വഖഫ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കെ കോൺഗ്രസിനെയും UDF-നെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ ഒരു ആഹ്വാനം പുറത്തുവിട്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളെല്ലാം മുനമ്പത്തെ ജനങ്ങളെ ഓർത്തുകൊണ്ട് ഈ വഖഫ് ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്നൊരു ആഹ്വാനമാണ് ഇപ്പോൾ കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ നടത്തിയിരിക്കുന്നത്. കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ പുറത്തുവിട്ട ആഹ്വാനമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതിൽ പറയുന്നത് ഒരു തലക്കെട്ടോടെയാണ് അത് ആരംഭിക്കുന്നത്. ജനപ്രതിനിധികൾ മുനമ്പത്തെ ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്കായി വോട്ട് ചെയ്യണം. KCBC കൊച്ചി. വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ ഭരണഘടനാ അനുസൃതമല്ലാത്തതും അന്യായവുമായ വകുപ്പുകൾ ഭേദഗതി ചെയ്യുന്നതിന് അനുകൂലമായി ജനപ്രതിനിധികൾ വോട്ട് ചെയ്യണമെന്ന് KCBCക്ക് വേണ്ടി പ്രസിഡന്റ് കർദിനാൾ ക്ലിമിസ് കത്തോലിക്ക ബാവ ആവശ്യപ്പെട്ടു. മുനമ്പത്തെ ജനങ്ങൾ നിയമാനുസൃതമായി കൈവശം വെച്ച് അനുഭവിച്ചു വന്ന ഭൂമിയിന്മേലുള്ള റവന്യൂ അവകാശങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കാത്തവണ്ണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന അന്യായ അവകാശവാദങ്ങളെ സാധൂകരിക്കുന്ന വകുപ്പുകൾ ഭേദഗതി ചെയ്യപ്പെടുക തന്നെ വേണം. മുനമ്പങ്കാർക്ക് ഭൂമി വിറ്റ ഫറൂഖ് കോളേജ് തന്നെ പ്രസ്തുത ഭൂമി ദാനമായി ലഭിച്ചതാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കെ എതിർവാദം ഉന്നയിക്കത്തക്ക വിധമുള്ള വകുപ്പുകൾ വഖഫ് നിയമത്തിൽ ഉള്ളത് ഭേദഗതി ചെയ്യുവാൻ ജനപ്രതിനിധികൾ സഹകരിക്കണമെന്ന് കേരളത്തിലെ MP-മാരോട് KCBC പ്രസിഡന്റ് കർദിനാൾ ക്ലിമിസ് കത്തോലിക്ക ബാവ, വൈസ് പ്രസിഡന്റ് ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ, സെക്രട്ടറി ജനറൽ ബിഷപ്പ് അലക്സ് വടക്കുംതല എന്നിവർ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഭാരവാഹികളും ഒപ്പുവെച്ച ഒരു ആഹ്വാനമാണ് ഇപ്പോൾ KCBC പുറത്തുവിട്ടിരിക്കുന്നത്. ഇതോടെ ഏറ്റവും പ്രതിരോധത്തിലായിരിക്കുന്നത് ഫ്രാൻസിസ് ജോർജ് MP ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ 101-ാം ദിവസം മുനമ്പം വഖഫ് ഭൂമിക്കെതിരായ സമരത്തിന്റെ സമരസമിതിയുടെ അവരുടെ വേദിയിലെത്തി 101-ാം ദിവസം നടത്തിയ പ്രസംഗത്തിൽ ഫ്രാൻസിസ് ജോർജ് MP അവിടെ വെച്ച് ഈ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യും, BJP സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് നിയമ ഭേദഗതിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് പറയുകയും ഏതാണ്ട് ഒട്ടുമിക്ക മാധ്യമങ്ങളും അത് വാർത്തയാക്കുകയും ചെയ്തു. എന്നാൽ അത് പിന്നെ വിവാദമായതോടെ മുസ്ലിം ലീഗിന്റെ MP ഹാരിസ് ബീരാൻ അടക്കമുള്ളവർ ഇതിനെതിരെ രംഗത്ത് വന്നതോടെ ഫ്രാൻസിസ് ജോർജ് നിലപാട് മാറ്റുകയും തന്റെ നിലപാട് എപ്പോഴും ഇന്ത്യ സഖ്യത്തിൻ്റെതാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ അടക്കം ഉൾപ്പെടുത്താവുന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഈ വഖഫ് നിയമ ഭേദഗതി ബിൽ അത് വലിയ വിവാദമാകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇതിനോടകം തന്നെ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മുഖ്യ പ്രതിപക്ഷമായ RJD അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ എന്തായിരിക്കും BJP പദ്ധതിയിടുക എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടിനെ അല്ലെങ്കിൽ UDF-ന്റെ പ്രഖ്യാപിത നിലപാടിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് KCBC പോലെ ഒരു സംഘടന ഇത്തരത്തിൽ ഒരു ആഹ്വാനം തന്നെ പുറത്തുവിടുന്നത്. ഇതിനെ സ്വാഗതം ചെയ്ത BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ രംഗത്ത് വന്നു കഴിഞ്ഞു. അവർ പറയുന്നത് അതിനെ ഒരു BJP അനുകൂല നിലപാടായാണ് വ്യാഖ്യാനിക്കുന്നത്. എന്തായാലും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ മാത്രമല്ല UDF നേതൃത്വത്തെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് KCBC ഈ ആഹ്വാനത്തിലൂടെ.